ഹർജി തള്ളി വീണയെ കാത്ത് പരപ്പന അഗ്രഹാര ജയിൽ. കരിമണൽ കർത്തയുടെ കോഴപ്പണം മേടിച്ച് മകളുടെ അക്കൗണ്ടിൽ താഴ്ത്തിയ തീവട്ടി വിജയന് കോടതിയിൽ കനത്ത തിരിച്ചടി. CMRLുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തെ ചോദ്യം ചെയ്തുള്ള കേസിലാണ് കോടതിയിൽ തിരിച്ചടി കിട്ടിയത്. SFIOയുടെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് ഡയറക്ടറുമായ വീണ നൽകിയ ഹർജിയാണ് കർണാടക ഹൈക്കോടതി എടുത്ത് ദൂരെ കളഞ്ഞത്. വിധിയുടെ വിശദാംശങ്ങൾ നാളെ രാവിലെ 10:30 നൽകാമെന്ന് കോടതി വ്യക്തമാക്കി. SFIO അന്വേഷണം തുടരാം എന്നാണ് അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയ ഉത്തരവിനെ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ ജസ്റ്റിസ് M. നാഗപ്രസന്നയുടെ ബെഞ്ച് വിധി പറഞ്ഞത്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മറ്റൊരു വകുപ്പ് ചുമത്തി സമാന്തര അന്വേഷണം നടത്തുന്നതിനെയാണ് ചോദ്യം ചെയ്യുവാൻ ശ്രമിച്ചത്. എന്നാൽ CMRL നിന്ന് 1,72,00,000 രൂപ എക്സാലോജിക് കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്നും ഗുരുതര കുറ്റമാണെന്നും വിപുലമായ അധികാരമുള്ള ഏജൻസി തന്നെ അന്വേഷിക്കേണ്ടതുണ്ടെന്നും SFIO വാദിച്ചു. പിണറായി വിജയന് വേണ്ടി മകളുടെ ഷെൽ കമ്പനിയിലേക്ക് പണം കൊടുത്ത പല വ്യവസായികളും തെളിവുകളടക്കം SFIOയ്ക്ക് വിവരം കൊടുത്തു എന്നാണ് ITV ന്യൂസിന് കിട്ടിയ വിവരം. ഇത് ഭയന്നാണ് മകളുടെ കമ്പനി തന്നെ പൂട്ടിക്കളഞ്ഞത്. വിജയൻ മുഖ്യമന്ത്രി പദത്തിലെത്തിയപ്പോൾ കോടികൾ അനധികൃതമായി പെട്ടെന്ന് വന്നപ്പോൾ അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ശിവശങ്കരനെ പോലെയുള്ള തീവട്ടികളുടെ ഉപദേശമനുസരിച്ചാണ് ചുക്കും ചുണ്ണാമ്പും അറിയാത്ത മകളുടെ പേരിൽ എക്സാലോജിക് എന്ന പേരിൽ ഒരു ഷെൽ കമ്പനി തട്ടിക്കൂട്ടുകയും അതിലേക്ക് പണം മേടിക്കുകയും ചെയ്തത്. കഴിഞ്ഞ 10 വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിച്ചാൽ ഇതിലും ഗുരുതരമായ പല വിവരങ്ങളും പുറത്തുവരും. മാസപ്പടി വിവാദത്തിൽ വീണയെ ചോദ്യം ചെയ്യുവാൻ SFIO നീക്കം നടത്തുന്നതിനിടെയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകി രക്ഷപ്പെടുവാൻ നോക്കിയത്. ബംഗളൂരുവിലെയും എറണാകുളത്തെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എക്സാലോജിക് CMRL ഇടപാടുകളിൽ വൻ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയിരുന്നു. ഒരു സേവനവും നൽകാതെ എക്സാലോജിക്കിന് CMRL വൻതുക കൈമാറിയെന്നാണ് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിട്ടുള്ളത്. തുടർന്ന് അന്വേഷണം SFIOയ്ക്ക് കൈമാറി. 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. കേന്ദ്ര സർക്കാരിന്റെ ഖനനാനുമതി റദ്ദാക്കുവാൻ ഉത്തരവുണ്ടായിട്ടും അതൊന്നും ചെയ്യാതെ CMRLന്റെ സഹോദര സ്ഥാപനമായ KREMLന് കരിമണൽ ഖനനത്തിനുള്ള അനുമതി 5 വർഷം കഴിഞ്ഞ്, അതായത് കഴിഞ്ഞ ഡിസംബറിൽ മാത്രമാണ് ഈ കേസ് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഏറ്റെടുത്ത ശേഷം മാത്രമാണ് ഉത്തരവ് റദ്ദാക്കിയത് എന്നത് മാത്രം മതി എന്തിനാണ് ഈ തുക മകളുടെ അക്കൗണ്ടിൽ വാങ്ങിയത് എന്നതിന്റെ തെളിവായി. SFIO ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും എക്സാലോജിക് ഹാജരാക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. SFIO നോട്ടീസിന് വീണ വിജയൻ മറുപടി നൽകണമെന്നും നിർദ്ദേശമുണ്ട്. ക്ലിഫ് ഹൗസിൽ കയറി തീവട്ടി വിജയന്റെ മകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചാൽ കേന്ദ്ര സർക്കാരിനോട് കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കുകയും അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. മയക്കുമരുന്ന് കേസിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി കിടന്ന പരപ്പന അഗ്രഹാര ജയിൽ വീണയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി ഈ വിഷയത്തിൽ സത്യം പുറത്തു വരുവാൻ തുടക്കം മുതലേ മുൻപന്തിയിൽ നിൽക്കുന്ന മാത്യു കുളനാടൻ MLAയുടെ വാക്കുകൾ കേൾക്കുക. ഇത് പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധി തന്നെയാണ്. കാരണം ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിലാണ് കേസ് ഉള്ളത്. സ്വാഭാവികമായിട്ടും സെറ്റിൽഡ് പൊസിഷനാണ്. ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് അത്ര എക്സ്ട്രീം സർക്കംസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, അതല്ലെങ്കിൽ അവരുടെ അധികാരപരിധിയിൽ വരുന്നില്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ എക്സസ് ഓഫ് പവർ എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് വന്നാൽ മാത്രമേ കോടതി ഇൻ്റർഫിയർ ചെയ്യാറുള്ളൂ. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിന്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾക്ക് ആ ഒരു ഡിസ്ക്രീഷനും ആ ഒരു വൈഡ് പവേഴ്സും നമ്മുടെ സംവിധാനത്തിലുള്ളതാണ്. പക്ഷേ ഇത് വിശദമായ വിധി കണ്ടാൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു അഭിപ്രായം പറയാൻ കഴിയുള്ളൂ. കാരണം ഞാനങ്ങനെ ഇപ്പോൾ വരുന്ന വാർത്ത ഒറ്റവരി വിധി എന്ന് പറഞ്ഞെങ്കിലും അപ്പീൽ ഡിസ്മിസ്ഡ് മാത്രമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ എന്തെങ്കിലും ഒബ്സർവേഷൻസ് ഉണ്ടോ എന്നെനിക്ക് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള ഒരു പ്രതികരണം നടത്താൻ. പക്ഷേ ഈ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ബാംഗ്ലൂരിൽ ഈ ഹർജി പ്രിഫർ ചെയ്ത നിലയ്ക്ക്, ഇനിയിപ്പോൾ ആ ഹർജി പരിഗണിച്ച് കഴിഞ്ഞ നിലയ്ക്ക് ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയിൽ കൂടി ഒരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് യഥാർത്ഥത്തിൽ ഞങ്ങളൊരു ലോയേഴ്സിൻ്റെ ഒരു എത്തിക്സ് പോലെ തന്നെ കക്ഷികൾക്കുമൊക്കെ ഒരു ഇതുപോലെ കേസ് നടത്തിപ്പിൽ ഒരു എത്തിക്സ് എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹർജി വീണ വിജയൻ നൽകേണ്ടിയിരുന്നത് എറണാകുളം ഹൈക്കോടതിയിലായിരുന്നു. കാരണം സമാനമായ ഒരു കേസ് കേരള ഹൈക്കോടതിയിൽ നിലനിൽക്കുമ്പോൾ ശരിയാണ്, ഇപ്പോൾ അതിന് മറുവാദമായി പറയാൻ കഴിയുന്നത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരാണ്.
അതുകൊണ്ട് എക്സാലോജിക്ക് കേസിന് പോകുമ്പോൾ ബാംഗ്ലൂരിൽ പോകണം എന്ന് പറയും. പക്ഷേ അങ്ങനെയല്ല. എക്സാലോജിക്കിൻ്റെ ഡയറക്ടർക്കെതിരായിട്ടാണ്, സിംഗിൾ ഡയറക്ടർ ഒരു സോൾ ഡയറക്ടറായിട്ടുള്ള വീണ വിജയനെതിരായിട്ടാണ് ആ അന്വേഷണം വരുന്നത് എന്നതുകൊണ്ടും അവർ കേരളത്തിൽ സിറ്റുവേറ്റഡ് ആണ് എന്നതുകൊണ്ടും കേരള ഹൈക്കോടതി സമാനമായ ഒരു കേസ് പരിഗണിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യേണ്ടിയിരുന്ന ഒരു കേസായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഫോർ സം റീസൺ ദേ പ്രിഫേർഡ് ടു ഫയൽ ഇറ്റ് ഇൻ ബാംഗ്ലൂർ. അത് ഇപ്പോൾ തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് ആ കേസ് തള്ളി എന്നുള്ളതാണ്. പക്ഷേ ഇൻട്രീം പീരീഡിൽ അറസ്റ്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കരുത് എന്ന് കോടതിയുടെ ഒരു ഇൻട്രീം ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഒബ്സർവേഷൻ വിധിയിൽ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നോട്ടീസ് നൽകിയതിന് ശേഷമേ അറസ്റ്റിലേക്ക് കടക്കാമുള്ളൂന്നോ, അതല്ലെങ്കിൽ ഇന്ന വ്യവസ്ഥകൾ പാലിക്കണം എന്നുള്ള ചിലപ്പോൾ ഒരു റിമൈൻഡറോ ഒരു റൈഡറോ ഒക്കെ ആ ജഡ്ജ്മെൻറ്റിൽ ഉണ്ടായെന്ന് വരാം. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പോൾ SFIO അന്വേഷണത്തിന് പര്യാപ്തമായ ഒരു കേസോ കുറ്റകൃത്യമോ നടന്നിട്ടില്ല എന്ന വാദത്തെ പ്രഥമദൃഷ്ട്യാ കോടതി തള്ളി എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം ഇതിപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസിൻ്റെ വേണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയപരമായി ഇതുവരെ CPM-ഉം പിണറായി വിജയനും അതുപോലെ തന്നെ ഇടതുമുന്നണിയും വീണ വിജയന് പരിധി തീർക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയമായ വേട്ടയാടലാണ്, ഇത് കേന്ദ്ര സർക്കാരിൻ്റെ BJP-യുടെ ഉദ്യോഗസ്ഥർ വേട്ടയാടുന്നതാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം BJP സംഘപരിവാർ സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം വീണ വിജയനെ വേട്ടയാടുകയാണ് എന്ന രാഷ്ട്രീയ വാദം അല്ലെങ്കിൽ ആ ഒരു പ്രചരണത്തിൻ്റെ മൊനയൊടിക്കുന്നതാണ് ഈ വിധി. കാരണം അങ്ങനെയായിരുന്നുവെങ്കിൽ പരിശോധിച്ച കോടതി തീർച്ചയായിട്ടും ആ നിലയിൽ അന്വേഷണ ഏജൻസി റെസ്ട്രിക്റ്റ് ചെയ്യുമായിരുന്നു. അന്വേഷണ ഏജൻസിക്ക് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല, അല്ലെങ്കിൽ അന്വേഷണം ദുരുദ്ദേശപരമാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും കോടതി കണ്ടെത്തുമായിരുന്നു. ഇപ്പോൾ കോടതി കണ്ടെത്തിയിട്ടുള്ള ഇന്നത്തെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ്, അല്ലെങ്കിൽ BJP സംഘപരിവാർ സർക്കാരിൻ്റെ വേട്ടയാടലാണ് എന്ന പിണറായി വിജയൻ്റെയും CPM-ൻ്റെയും വാദം പാടെ പൊളിഞ്ഞിരിക്കുന്നു. ഇനി ആ വാദം ഉയർത്താൻ കഴിയില്ല. തീർച്ചയായിട്ടും പ്രഥമദൃഷ്ട്യാ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകളും വഴിവിട്ട കാര്യങ്ങളും ഈ രാജ്യത്തെ അനുശാസിക്കുന്ന നിയമങ്ങൾ വയലേറ്റ് ചെയ്തുകൊണ്ട് അതിവിപുലമായ ക്രമക്കേടും നടത്തിയെന്ന് പ്രാഥമികമായി കോടതിക്ക് കൂടി ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലുള്ള ഒരു ഏജൻസിയുടെ അന്വേഷണം നടക്കട്ടെ എന്ന് കോടതി തന്നെ കണ്ടെത്തിയത്. തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ CPM ഔദ്യോഗികമായി ഇനിയെങ്കിലും അവർ നേരത്തെ പറഞ്ഞ കാര്യം പിൻവലിക്കാൻ തയ്യാറാകുമോ എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ ചോദിക്കാനുള്ളത്. അതായത് ഇത് രാഷ്ട്രീയ വേട്ടയാടലാണ് എന്നും രണ്ട് കമ്പനികൾ തമ്മിൽ സുതാര്യമായി നടന്നിട്ടുള്ള ഇടപാടാണ് എന്നും ഉള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ മുൻ നിലപാട് പിൻവലിക്കാൻ CPM തയ്യാറാകുമോ എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.